നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ശാന്തകുമാരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. പൊതുദർശന ചടങ്ങുകൾ ഇപ്പോൾ മുടവൻമുകളിലുള്ള വീട്ടിൽ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം ഒരു മോഹൻലാലിന് 3 വയസ്സ് മുതൽ ഈ വീട്ടിലായിരുന്നു ആ കുടുംബം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായർ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായി എത്തിയ കാലം മുതൽ മോഹൻലാലിൻ്റെ ഹൈസ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് സിനിമയിൽ കയറുന്ന ആ ഒരു സമയം, അതിനുശേഷവും തിരുവനന്തപുരത്തെ ഈ വീട്ടിലായിരുന്നു, ഈ വസതിയിലായിരുന്നു ശാന്തകുമാരി അമ്മയും കുടുംബവും താമസിച്ചിരുന്നത്. ഏറെ വൈകാരികമായി ബന്ധമുള്ള ഒരിടമാണിത്. അതുകൊണ്ട് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ ഇവിടെ തന്നെ വേണമെന്ന് തീരുമാനിക്കുകയും ഇവിടേക്കാക്കുകയും ചെയ്തത്. അച്ഛൻ മോഹൻലാലിൻ്റെ അച്ഛനും അതുപോലെ തന്നെ സഹോദരൻ പ്യാരിലാലിനെയും അടക്കം ചെയ്തത് ഈ മണ്ണിലാണ്. അവർക്കടുത്ത് തന്നെ അമ്മയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കുകയാണ് പ്രിയപ്പെട്ട മകൻ ലാലു. ഒരുപാട് വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഇവിടെ കടന്നുപോകുന്നത് തന്നെ പറയാം. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ ഈ ഒരു വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു. അതുപോലെ തന്നെ മന്ത്രിമാരായ സജി ചെറിയാൻ, GR അനിൽ, അതുപോലെ തന്നെ AR റഹീം MP, ആന്റണി രാജു അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ ഒരുപാട് പ്രമുഖർ, ജോജു, അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ തുടങ്ങി ഒരുപാട് സംവിധായകരും നടന്മാരും നടിമാരും അടക്കമുള്ള ഒരുപാട് പ്രമുഖരാണ് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തി. നമുക്കറിയാം, മോഹൻലാലിന് അമ്മയെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അല്ലെങ്കിൽ അമ്മയോട് എത്രത്തോളം ആത്മബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു, എത്രത്തോളം സ്നേഹം അദ്ദേഹം കാട്ടിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള കാര്യമാണ്. ഓരോ ഇൻ്റർവ്യൂവിലുമൊക്കെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഏറെ സ്നേഹത്തോടെ, അതുപോലെ തന്നെ അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഏറെ സങ്കടപ്പെടുന്ന ഒരു മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷാഘാതത്തെ തുടർന്ന് കുറച്ചധികം നാളുകളിലായി അമ്മ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന എല്ലാവർക്കും ലാലേട്ടൻ്റെ അമ്മ പ്രിയപ്പെട്ട അമ്മ തന്നെയായിരുന്നു. ഈ 2025 അവസാനിക്കുമ്പോൾ മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു താങ്ങ് നഷ്ടമാവുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു നഷ്ടം സമ്മാനിച്ചുകൊണ്ടാണ് ഈ വർഷം അവസാനിക്കുന്നത് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ വിടവാങ്ങൽ അനിവാര്യമാണ്. ഏകദേശം 4 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്.